ടു ആലം കമ്മ്യൂണിക്കേഷൻസ്. നമ്മുടെ ചാനലിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പലതരം സർവീസസുകൾ എങ്ങനെയാണ് നമ്മൾക്ക് ഓരോ സർവീസസ് ഗവൺമെൻറ്റിൽ നിന്ന് കറക്റ്റായിട്ട് ഓൺലൈൻ വഴി എടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ പലപ്പോഴും ഇട്ടിട്ടുണ്ട്. അതുപോലെ ട്രെൻഡിങ് ന്യൂസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ DL നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം, എന്നിട്ട് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിന്ന് എങ്ങനെയാണ് DL ഡൗൺലോഡ് ചെയ്താൽ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. നമ്മൾ അതുകൊണ്ട് പരിവാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോകും. പരിവാഹൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പുതിയ ടാബ് എടുത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ലിങ്കാണ് പരിവാഹൻ. പരിവാഹൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ ഒട്ടനവധി സർവീസസ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ പറ്റും കേട്ടോ. ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഈ സർവീസസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ ഓൺലൈൻ സർവീസസ് കൊണ്ട് കാണാം. ഈ ഓൺലൈൻ സർവീസസിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പേജിൽ വന്നിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വെച്ച് ചെയ്ത് വരും. ഇവിടെ നമുക്ക് കോൺടാക്ട്ലെസ് ലൈസൻസ് സർവീസസ് ഉണ്ട്. വേറെ കുറച്ച് സർവീസസ് ഇവിടെ നമുക്ക് കാണാം. ചേഞ്ച് ഓഫ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇൻ DL. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വേണ്ട, നമുക്കിത് സ്കിപ്പ് ചെയ്ത് വിടാം. നമ്മൾ എന്നിട്ട് ഈ ഒരു പേജിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക. ഈ പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വേണം. അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടണം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ഇതിനകത്ത് ഫൈൻഡ് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ഞാനിപ്പം ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം. സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു 1 ടൈം പാസ്വേഡ് വരും. നമ്മളിവിടെ സെലക്ട് ഓപ്ഷൻ PVC ആണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വന്നിരിക്കുന്ന 1 ടൈം പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രിൻ്റ് DL കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം. കണ്ടില്ലേ, നമുക്ക് നമ്മുടെ DL ഇവിടെ നൈസായിട്ട് ഇതേ റൈറ്റ് സൈഡിൽ വേറെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് അതിനകത്ത് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഈ ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങോട്ടേക്കാണോ, ഏത് ലൊക്കേഷനിലേക്കാണോ സേവ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ സേവ് ചെയ്തിടാം. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് DL എന്നിട്ട് സേവ് ചെയ്തിടാം. ഈ ഇൻഫർമേഷൻ തന്നെ നമുക്ക് പരിവാഹൻ വെബ്സൈറ്റിലൂടെ നമുക്ക് മൊബൈലിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം. മൊബൈലിലും സെയിം പ്രോസസ്സ് തന്നെയാണ്, ഡെസ്ക്ടോപ്പിൽ കണ്ട അതേ തരം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മൊബൈലിൽ ഈ ഒരു 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനു കിട്ടും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്ക് എത്തും. പുതിയൊരു പേജിലേക്ക് നമുക്കിവിടെ കാണും ലൈസൻസ് മെനു എന്നുകൊണ്ട് കാണാം. ലൈസൻസ് മെനു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് താഴെ വരുമ്പം അതേഴ്സ് എന്നുകൊണ്ട് കാണാം. ഈ അതേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സെർച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയയിൽ നമ്മുടെ അടുത്തൊരു DL ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ DL നമ്പർ കൊടുക്കുക. അവിടെ ഞാനിത് മൂന്നാമത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നത്, DL നമ്പർ. അപ്പോൾ ഞാനിവിടെ എൻ്റെ DL നമ്പറാണ് കൊടുക്കുന്നത്. നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ DL നമ്പർ പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ആ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഞാനിവിടെ KL 51 എന്നിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞൊരു സ്പേസ് ഒക്കെ ഉണ്ട്. ആ സ്പേസ് ഒക്കെ അതേപോലെ തന്നെ കൊടുക്കണം.
ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഇൻഫർമേഷൻസ് കറക്റ്റാണെന്ന് കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഇൻഫർമേഷൻസ് ഇവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പം നമുക്കൊരു എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കിട്ടി. ഈ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മുടെ DL ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.